നോഹയുടെ കാലത്തെ ഈ മഹാപ്രളയം ശിക്ഷയുടെയും നാശത്തിൻ്റെയും അടയാളം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മനോഹാരിതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നാൽ ആ സന്ദേശം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ജീവസന്ദേശത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുവേശു തൻ്റെ വരവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്ന നാൾ വരെ എല്ലാം സാധാരണഗതിയിൽ നടന്നു. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ ന്യായവിധി വന്നു. സമയങ്ങളും കാലങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നു എന്ന തിരിച്ചറിവോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത് നാം ശ്രദ്ധിക്കാതെ പോകരുത്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ആത്മരക്ഷ സുവിശേഷം അറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് ഇടുങ്ങിയ മനോഭാവമാണെന്നും ഒടുവിൽ സകലരും രക്ഷിക്കപ്പെടും എന്നുമുള്ള ദുരുപദേശം ഇന്ന് സുവിശേഷ വിഹിത സഭകളിൽ പോലും കയറിക്കൂടിയിരിക്കുകയാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ഇൻക്ലൂവിസം എന്നാണ് പറയുന്നത്. ഇത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണെങ്കിലും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതാണ്. അത് ബോധ്യപ്പെടുത്താൻ ഏറ്റവും ഉതകുന്ന ചരിത്ര സംഭവമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. ദൈവം ഭൂമിയിലെ മനുഷ്യരെ നോക്കിയപ്പോൾ അവരിൽ 8 പേർ ഒഴികെ സകലരും വഷളത്വത്തിൽ ജീവിച്ചതായി കാണുന്നു. തന്മൂലം ദൈവം അന്ന് ലോകത്തെ മുഴുവൻ ജലപ്രളയത്താൽ നശിപ്പിച്ചു. ദൈവം സ്നേഹമായിരുന്നതിനാൽ, കരുണാസമ്പന്നനായിരുന്നതിനാൽ, പാപത്തോട് വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവൻ ആണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർ നോഹയുടെ കാലത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യവർഗം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടതിന് എങ്ങനെ ഉത്തരം കണ്ടെത്തും? ദൈവം ക്രൂരനും മോശക്കാരനുമാകുന്നു എന്ന് കാണിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അവർ ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പിൻപിലെ രഹസ്യം. ലോകത്തിൽ ഇന്ന് കാണുന്ന ദുരന്തങ്ങൾക്കും ദുർഗതികൾക്കും കാരണക്കാരൻ ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തെ നാം തെറ്റായി ചിത്രീകരിക്കരുത്. നോഹയുടെ സമയത്ത് ജലപ്രളയത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജഡത്തിൻ്റെയും നാശവും പെട്ടകത്തിലുണ്ടായിരുന്നവരുടെ രക്ഷപ്പെടലുമാകുന്നു ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 10 മുതൽ നാം കാണുന്നത്. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെ. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ
സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്തുനിന്ന് ഉയർന്നു. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൻ്റെ ശാസ്ത്രീയവും ചരിത്രപരവുമായ തെളിവെന്താണ് എന്ന് മനുഷ്യർ ചോദിക്കാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ വിവരിക്കുന്നതിന് പകരം ഇതേക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഹെൻറി എം മോറിസും ജോൺ സി വിറ്റ്കോംബും എഴുതിയ ജെനസിസ് ഫ്ലഡ് എന്ന പുസ്തകമാണത്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാൻ ഇത്രയേറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള മറ്റാരെയും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ ജലപ്രളയം ഭൂമി മുഴുവൻ വ്യാപിച്ചിരുന്നു എന്നും അതൊരു മഹാവിപത്തായിരുന്നു എന്നുമാണ് അവർ കണ്ടെത്തിയത്. ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളും അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഭൂമി ഇന്നത്തെ നിലയിൽ ആയതിൻ്റെ കാരണവും ഈ ജലപ്രളയം ആകുന്നു എന്ന് പ്രസ്തുത പുസ്തകത്തിൻ്റെ ലേഖകർ തെളിയിക്കുന്നുണ്ട്. ജലപ്രളയത്തെ സാധൂകരിക്കുന്നതിന് ആവശ്യം പോലെ തെളിവുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് ഞാൻ ഇനിയും വരികയാണ്. 7:23. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ഇതിന് വിപരീതമായി നോഹയുടെ കാലത്തെ പ്രളയം ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിൽ മാത്രമുണ്ടായിരുന്നുള്ളൂ എന്ന് വാദിക്കുന്ന അനേകം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നവർ ആ മഹാപ്രളയത്തെ ഒരു പ്രാദേശിക വെള്ളപ്പൊക്കമാക്കി അവതരിപ്പിക്കുന്നു. ഇത് ഏതായാലും ബൈബിളിൽ കാണുന്ന പ്രളയം അല്ല ഇവർ ഈ അവതരിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ജലപ്രളയം ഭൂമിയെ മുഴുവൻ ബാധിച്ച ഒന്നായിരുന്നുവെന്ന് ബൈബിൾ വ്യക്തമായി കാണിച്ചു തരുന്നു. ഭൂമി മുഴുവനും ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവം നോഹയോട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞത്, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും എന്നാണ്. എൻ്റെ വ്യക്തിപരമായ ചിന്ത അന്ന് നമ്മുടെ ഭാരതദേശത്തിലും മനുഷ്യർ പാർക്കുന്നുണ്ടായിരുന്നു എന്നത്രേ. ജലപ്രളയം സർവ്വലോകത്തെയും ബാധിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ വേറൊരു പ്രശ്നത്തിനും കൂടി നിങ്ങൾ മറുപടി നൽകേണ്ടതുണ്ട്. അതായത് നോഹയെ കൂടാതെ മറ്റാരിൽ കൂടെയെങ്കിലുമൊക്കെ മനുഷ്യകുലം തുടർന്നു വന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ അതിന് ബൈബിളിലോ ചരിത്രത്തിലോ യാതൊരു തെളിവുമില്ല. ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ പറയുന്നത് അതുപോലെ അംഗീകരിക്കണം, അല്ലാത്ത പക്ഷം ദൈവവചനത്തെ തള്ളിക്കളയണം. എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുവാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പ്രാദേശികമായൊരു ജലപ്രളയം മാത്രമായിരുന്നുവെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ ദൈവവചനത്തെ തള്ളിക്കളയുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഏകദേശം അരവർഷത്തോളം, അതായത് 5 മാസത്തിൽ കൂടുതൽ വെള്ളം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. പലരും വാദിക്കുന്നത് ഈ പറയുന്നത് പോലെ വലിയ വിപത്തുണ്ടായി, എന്തെങ്കിലും ന്യായവിധി ഉണ്ടായെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്നാണ്. ഈ കാര്യത്തിൽ ദീർഘമായൊരു വിശദീകരണത്തിന് ഞാൻ ആളല്ല. എന്നാൽ ഇതുപോലെയുള്ള പരിഹാസികൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ പത്രോസ് മുന്നറിയിപ്പ് നൽകിയതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തരമില്ല. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഉൽപ്പത്തി പുസ്തകത്തെ വളരെയധികം അവിശ്വസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അനേകർ ഇന്നുമുണ്ട്. എന്നാൽ ദൈവവചനത്തെ അതേപോലെ വിശ്വസിക്കുന്നതാണ് അനുഗ്രഹം. അതാണ് നമ്മെ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പെരുമഴ നിൽക്കുന്നതും തുടർ സംഭവവുമാണ് നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ന്റെ
ആദ്യത്തെ 4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. ജലപ്രളയം ഉണ്ടായത് മാത്രമല്ല, വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നതും വെള്ളം നിലച്ചതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നോഹയെ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു അവതരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം നോഹയെ ഓർത്തു എന്ന ചെറിയ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു മനോഹാരിതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന തൻ്റെ മക്കളെ ദൈവം ഓർക്കുന്നു. നോഹയുടെ അവസ്ഥ വളരെ പ്രയാസമേറിയ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം അവനെ ഓർത്തു. ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. അത് നിലച്ചതിന് ശേഷം വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് 261 ദിവസങ്ങളെടുത്തു. ഇനി നിങ്ങൾ പറയൂ, ഇത് കേട്ടിട്ട് ഏതെങ്കിലും പ്രാദേശികമായുള്ള ജലപ്രളയമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ചെറിയ വെള്ളപ്പൊക്കം അതിനേക്കാൾ വളരെ കൂടുതൽ തന്നെയായിരുന്നു നോഹയുടെ സമയത്തുണ്ടായത് എന്നിവിടെ ശ്രദ്ധേയമാണ്. 5ഉം 6ഉം വാക്യങ്ങൾ. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. നോഹ തുടർന്ന് ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. 7ഉം 8ഉം വാക്യങ്ങളിൽ അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. ഇവിടെ നോഹ പക്ഷികളെ പഠിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നെന്ന് തോന്നുന്നു അല്ലേ? അവനിതാ 2 പക്ഷികളെ അയക്കുന്നു. വെള്ളം എത്രത്തോളം കുറഞ്ഞു എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോഹ അവലംബിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി അവൻ 2 പക്ഷികളെ പുറത്തേക്ക് അയക്കുന്നു. ആദ്യം ഒരു മലങ്കാക്ക, പിന്നെ ഒരു പ്രാവ്. അവ എന്തൊക്കെ ചെയ്തുവെന്ന് നമുക്ക് നോക്കാം. 9 മുതലുള്ള വാക്യങ്ങൾ, 9 മുതൽ 12 വരെ. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. 12-ാം വാക്യത്തിൽ കാണുന്നത്, പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ഇവിടെ ഈ മലങ്കാക്കയുടെയും പ്രാവിൻ്റെയും കാര്യം പറഞ്ഞിട്ടുള്ളിടത്തൊരു വലിയ ആത്മീക സത്യം നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 വർഷത്തിലധികം പെട്ടകത്തിൽ ചെലവഴിച്ചതിന് ശേഷം നോഹ ഒരു മലങ്കാക്കയെ വെളിയിലേക്ക് അയച്ചു. എന്നാൽ അതൊരിക്കലും മടങ്ങി വന്നില്ല. എന്നാൽ പ്രാവ് പല പ്രാവശ്യം തിരികെ വന്നെന്ന് മാത്രമല്ല, അതിൻ്റെ ചുണ്ടിൽ ഒടുവിൽ ഒരു പച്ച ഒലിവിലയും കൊണ്ടുവന്നു. പ്രാവും ഒലിവിലയും എല്ലായ്പ്പോഴും സമാധാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ സംഭവത്തിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു പ്രതീകം രൂപപ്പെട്ടത്. പ്രാവ് മടങ്ങി വരാതെ ഇരുന്നത് ന്യായവിധി കഴിഞ്ഞുവെന്നും ഭൂമിയിൽ സമാധാനം കൈവന്നും എന്നുമുള്ളതിൻ്റെ അടയാളമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ പെട്ടകത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന മനുഷ്യർ ഭൂമിയുടെ മേൽ ജലപ്രളയത്താൽ ന്യായവിധി അയക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കോപിപ്പിച്ച ആദാമ്യ സന്തതിയുടെ അതേ നിലവാരത്തിലുള്ളവർ തന്നെയായിരുന്നു. ജലപ്രളയത്തിന് ശേഷവും മനുഷ്യരിൽ കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാം കാണുവാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ശിക്ഷ വരുമ്പോൾ, ന്യായവിധി വരുമ്പോൾ കരഞ്ഞു വിളിക്കുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ. യാതൊരു കാരണവശാലും താങ്കൾ തള്ളിക്കളയരുതാത്തൊരു ആത്മിക സത്യം ഇവിടെയുണ്ട്. ഇവിടെ നോഹ പക്ഷികളെ ഉപയോഗിച്ചുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
അവൻ മലങ്കാക്കയെ അയക്കുന്നു, അത് മടങ്ങി വരുന്നില്ല. എന്തുകൊണ്ടാണ് ആ മലങ്കാക്ക മടങ്ങി വരാഞ്ഞത്? ഊഹിക്കാവുന്നതേ ഉള്ളൂ. മലങ്കാക്ക സാധാരണ ഭക്ഷിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചീഞ്ഞതും വൃത്തികെട്ടതുമായതൊക്കെയാണ് അത് തിന്നുന്നത്. ജലപ്രളയത്തിൽ ചത്ത ഒട്ടനവധി ജീവികളുടെ ജഡം ഒഴുകി നടന്നിരിക്കും. കാക്കയ്ക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണല്ലോ അത്. മലങ്കാക്ക ആർത്തിയോടെ അവയൊക്കെ തിന്നു കാണും. അവൻ വലിയൊരു സദ്യയിൽ പങ്കുകൊണ്ടിരുന്നതിനാലാണ് പെട്ടകത്തിലേക്ക് മടങ്ങി വരാതിരുന്നത്. ഒരു കാര്യം കൂടെ ഓർക്കണം, മലങ്കാക്കയെ ഒരു ശുദ്ധിയില്ലാത്ത പക്ഷിയായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ പ്രാവിനെ ശുദ്ധിയുള്ള പക്ഷിയായിട്ടാണ് തിരുവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെ നോഹ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രാവ് ദൂതുമായി തിരികെ വന്നു. വീട്ടിൽ വളരുന്ന ഒരു പക്ഷിയായിരുന്നല്ലോ അത്. മൂന്നാമത്തെ പ്രാവശ്യം പ്രാവ് മടങ്ങി വരാതിരുന്നപ്പോൾ ഭൂമിയിൽ നിന്നും വെള്ളം ഇറങ്ങിയെന്നും ന്യായവിധി കഴിഞ്ഞുവെന്നും നോഹയ്ക്ക് മനസ്സിലായി. മൊത്തം ബൈബിളിലെ എല്ലാ വലിയ സത്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലെ സത്യങ്ങളുമായി ചേർച്ചയുള്ളതായി നമുക്ക് കാണാവുന്നതാണ്. ഒരു ക്രിസ്തു വിശ്വാസിക്ക് 2 സ്വഭാവങ്ങളുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് പഴയ സ്വഭാവം, മറ്റേത് പുതിയ സ്വഭാവം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ശുദ്ധവും അശുദ്ധവും ഒരുമിച്ചായിരിക്കുന്നു. വിശ്വാസികളായ നിങ്ങൾക്കും എനിക്കും ഈ 2 സ്വഭാവങ്ങളുമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. പൗലോസ് എഴുതി, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല എന്ന്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. തന്നിലുള്ള ഈ 2 സ്വഭാവങ്ങളും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. ഒരു ക്രിസ്തു വിശ്വാസിയുടെ പഴയ സ്വഭാവവും പുതിയ സ്വഭാവവും തമ്മിൽ ഇന്നും വലിയ പോരാട്ടമാണ്. മലങ്കാക്ക ന്യായവിധി നടന്നുകൊണ്ടിരുന്ന ഒരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവൻ അവിടെ വലിയ ഒരു വിരുന്ന് കണ്ട് സന്തോഷിച്ചു. മൃഷ്ടാന്ന ഭോജനത്തിന് ആവശ്യത്തിലധികം ശവശരീരങ്ങൾ അത് കണ്ടു. ഒരുപക്ഷെ അത് പറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് വലിയൊരു ആന ചത്ത് കിടക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന ആ ആനയുടെ ജഡം കാക്കയ്ക്കെന്തൊരു രസമായിരുന്നു. ശല്യപ്പെടുത്തുവാനും വേറെ ആരുമില്ല. അതിനത് വലിയ സദ്യയായിരുന്നു. എന്തൊരു മൃഷ്ടാന്ന ഭോജനമായിരുന്നു. എവിടെ പോകണമെന്നറിയാതെ അവൻ അവിടെയും ഇവിടെയും പറന്ന് നടന്ന് തുള്ളിച്ചാടിക്കാണും. വിശ്രമമില്ലാതെ നാറുന്നതിന് പുറത്തുള്ള മതിച്ചുള്ളൊരു പോക്ക്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇത് പഴയ സ്വഭാവത്തിൻ്റെ ചിത്രമാണ്. ആ മലങ്കാക്കയെ പോലെയാണ് പഴയ സ്വഭാവം. പഴയ സ്വഭാവം ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായുള്ള കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ ആസ്വാദ്യകരം. നന്മയല്ലാത്ത കാര്യങ്ങളാണ് അതിനിഷ്ടം. അതുമാത്രമല്ല, അതിൽ ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പോലും ഉപേക്ഷിച്ചിട്ട് ഇന്ന് അനേകരും മണിക്കൂറുകൾ വിനോദങ്ങൾക്കായി ചെലവഴിക്കുന്നത്. സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, TV ആയിക്കൊള്ളട്ടെ, വിനോദങ്ങൾക്ക് പുറമെ വിനോദങ്ങൾ. പലരും ഭവനങ്ങളിലെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് പോലും വരികയില്ല. കാരണം വേറെ ഉല്ലാസത്തിനുള്ള മാർഗം ഉണ്ടല്ലോ. ഈ സ്വഭാവം തെളിയിക്കുന്നത് നമ്മിൽ ആ പഴയ സ്വഭാവം ഇപ്പോഴും പ്രബലമായിരിക്കുന്നു എന്നത്രേ. എന്നാൽ അതൊരു ഉപാധിയായി എടുക്കുവാൻ പാടില്ല. കാരണം നിങ്ങളുടെ പഴയ സ്വഭാവത്തിൽ ഒരിക്കലും ജീവിക്കുവാൻ പാടില്ല. ഒരു നിമിഷം ചിന്തിക്കൂ, ഇന്നത്തെ നിങ്ങളുടെ ചിന്തകൾ അശുദ്ധമായവയാണോ അതോ ദൈവിക കാഴ്ചപ്പാടോടു കൂടിയതാണോ? എന്തെല്ലാം ഹീനമായ കാര്യങ്ങളിലാണ് നിങ്ങൾ ഇന്ന് ആനന്ദം കണ്ടെത്തുന്നത്? അവയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തവ. അവ എത്ര ആനന്ദം നൽകുന്നതാണെങ്കിലും വേണ്ടെന്ന് വയ്ക്കുവാൻ തയ്യാറാണോ? എത്ര ലാഭമായി നിങ്ങൾക്കത് തോന്നുന്നുവെങ്കിലും വേണ്ടെന്ന് വയ്ക്കൂ. ദൈവവചനം പഠിക്കുവാനോ കുടുംബ പ്രാർത്ഥന നടത്തുവാനോ നിങ്ങൾ മനഃപൂർവ്വമായി സമയം കണ്ടെത്തുന്നുണ്ടോ? പ്രാവ് ന്യായവിധി നടന്ന ഒരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവൾ അവിടെ ഒരു സ്വസ്ഥതയും കണ്ടെത്തിയില്ല, ഒരു സംതൃപ്തിയും അവൾക്ക് ലഭിച്ചില്ല. അങ്ങനെ അവൾ പെട്ടകത്തിലേക്ക് മടങ്ങി വരുന്നു.
ലോകത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ നിഴലാണ് പ്രാവ്. ആ മലങ്കാക്കയ്ക്ക് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തെ സ്നേഹിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആ ശവങ്ങളെല്ലാം കൂടി കണ്ടപ്പോൾ ആ മലങ്കാക്ക ഒരുപക്ഷെ ചിന്തിച്ച് കാണും, 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചു എന്ന്. എന്തൊരു സന്തോഷം! ഈ അഴിഞ്ഞാട്ടത്തിനിടയിൽ മലങ്കാക്കയെപ്പോലെ ഉള്ളവരും പറയുന്നത് അതുതന്നെയാണ്. സ്തോത്രം കർത്താവേ, സ്തോത്രം, അവിടുന്ന് എനിക്കായി കനിഞ്ഞ് നൽകിയതാണല്ലോ ഇതെല്ലാം. അതും മറ്റാരെയും ഇവിടേക്ക് അയക്കാതെ എനിക്ക് മാത്രമായി തന്നല്ലോ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവമേ, നീ തന്ന ഈ അനുഗ്രഹങ്ങൾ ഞാനും, എനിക്ക് ശേഷം എൻ്റെ മക്കളും, അവർക്ക് ശേഷം അവരുടെ മക്കളും, അങ്ങനെ ഞങ്ങൾ തലമുറയെ അനുഭവിച്ച് നിന്നെ വാഴ്ത്തിക്കൊള്ളാം. ആർക്കും ഞങ്ങളിത് കൊടുക്കില്ല. ഇതെല്ലാം നീ തന്നതല്ലേ, നിൻ്റെ അനുഗ്രഹമല്ലേ. ഇതിന് സമാനമായ ഒരവസ്ഥയല്ലേ ഇന്ന് നാം ലോകത്തിൽ കാണുന്നത്, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരിൽ കാണുന്നത്. ദൈവം പറയുന്നത് തെറ്റെല്ലാ കാലത്തും തെറ്റാണെന്നത്രേ. അത് എവിടെയാണെങ്കിലും തെറ്റാണ്. സമൃദ്ധിയിലൂടെ പോകുന്നു എന്നതുകൊണ്ട് അത് ദൈവം തന്നതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്നാണ് ദൈവവചനം ഒരു ക്രിസ്തു വിശ്വാസിയെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുന്നത് ന്യായം വിധിക്കപ്പെട്ട ഒരു ലോകത്തിലാണ്. ന്യായം വിധിക്കപ്പെട്ട ഒരു ലോകത്തിൽ നാം ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല. നാം ഈ ലോകത്തെ ഉപയോഗിക്കേണ്ടതാണ്, പക്ഷേ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഈ ലോകവുമായി നാം സ്നേഹത്തിലാകുവാൻ പാടില്ല. പിന്നെയോ ഈ ലോകത്തിലുള്ള നഷ്ടപ്പെട്ടവരെ ദൈവത്തിനായി നേടുവാനും ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുവാനും നാം ഒരുങ്ങേണ്ടതാണ്. ദൈവവചനം മാത്രമായിരിക്കട്ടെ നമ്മുടെ ആത്മീയാഹാരം. അങ്ങനെ നാം തീരുമാനിക്കുമ്പോൾ അതെ, ഏത് ന്യായവിധിയുടെ മുഖത്തും ധൈര്യത്തോടെ നിൽപ്പാൻ നോഹയെപ്പോലെ അവൻ്റെ കുടുംബത്തെപ്പോലെ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ആരംഭം കുറിക്കുവാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാകുന്നു ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. ആകയാൽ അഴിയപ്പെടുവാനും നീക്കപ്പെടുവാനും ഉള്ളതിനെ ഓർത്ത് നാം വ്യാകുലപ്പെടേണ്ടതില്ല. പിന്നെയോ വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ദൈവം വാഗ്ദത്തം ചെയ്തതിനായി കാത്തിരിക്കുവാനാണ് അവിടുന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നത്.